എൻ്റെ അമ്മ ഒരാജ്ഞമാർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സെറ്റപ്പ്. ഇത് കല്ലുകൊണ്ടുള്ള ഡോറാട്ടോ. ഇത് മോളുകൂടി പോണ ഈ വരിയില്ലേ ഇല്ലേ, ഇത് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കേട്ടോ. ഈ സാധനം ഫുള്ള് കറുത്ത കല്ലേ, മാർബിളല്ല, അങ്ങനത്തെ രീതിയിലുള്ള കല്ല്. ഈ സാധനമില്ല, ഇത് ഒറ്റ കല്ലാട്ടോ. ഇതിങ്ങനെ മുകളിൽ ഒറ്റ കല്ല. ബുള്ളറ്റ് കിടക്കണണ്ട, ഇത് ഉപയോഗിക്കണില്ലേ, ഇതിനാരും നോക്കണില്ലേ. ഇവിടെ കിടന്ന് നോക്കി നശിച്ചുകൊണ്ട് ഞാൻ നിൽക്കണ്ടായിരുന്നു റൂമിന് ഫ്രണ്ടിൽ കിടക്കണ വണ്ടി കേട്ടോ. ഞാൻ പറയുന്നത് കാരണമല്ലേ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. പ്രായമായി കഴിഞ്ഞാൽ നോക്കാൻ ആളില്ലാണ്ടാവും. ചില പഴയ വണ്ടികൾ കണ്ടില്ലേ, എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ആരാധിക്കുകയും നോക്കുകയും ചെയ്യും. കുറേ വണ്ടി ഇതുപോലെ കിടന്ന് നശിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫ്. ഇത് കാണാണ്ട, ഇത് രാമചന്ദ്ര ടെമ്പിളാട്ടാ. പക്ഷെ നമ്മൾ ഇവിടേക്കല്ല വരണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഇന്നലെ നമ്മളൊരു കിങ്സ് ഹാള് പോയില്ലേ, അവിടെ ആയിരുന്നു ശരിക്ക് ഇന്നലെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് മിസ്സായി പോയി. ഹംപി കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലെടുക്കും കണ്ടു കഴിയണമെങ്കിൽ. എല്ലായിടത്തും നോക്കി രക്ഷയില്ല. ചെറിയ 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 മൈനൂട്ടായാലും ഞാൻ പറഞ്ഞിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ കിണറാ, ഇപ്പോഴും വെള്ളമുണ്ട്. വലിയ സാധനം കേട്ടോ. ഇതിൻ്റെ ഈ സാധനമില്ല, ഇത് ഒറ്റക്കല്ലാട്ടോ. ഇതിങ്ങനെ മുകളിൽ ഒറ്റക്കല്ല. ഇത് പീസ് മുകളിലത്തെ സാധനമൊക്കെ പീസായിട്ട് എടുത്തുള്ളതാണ്. എന്തൊരു വർക്കില്ലേ, രക്ഷയില്ലേ മോനെ. അത് മണ്ഡപം. ഇത് ചെറിയ പല കേട്ടോ വിഷയം സാധനം. ഈ കല്ലുകൊണ്ടാണ് നമ്മൾ ബേലൂരും ഹലിബീഡും കണ്ടത്. ഫുള്ള് വർക്ക് ചെയ്തിട്ട് ശില്പങ്ങൾ കുത്തിയിട്ടുണ്ടോ എൻ്റെ മോനെ. വിഷയം സാധനം. ഇത് എത്ര പീസ് കല്ല. ഇത് രാമചന്ദ്ര ക്ഷേത്രം കേട്ടോ. രാമൻ്റെ അമ്പലം ഞാൻ തോന്നുന്നുണ്ട്. രാമചന്ദ്രൻ രാമനല്ലേ അതുകൊണ്ട്. ഇത് പിന്നീട് പണിതിട്ടുള്ള മുകളിലത്തൊക്കെ അടിയിലേക്ക് ഞാൻ മേടിക്കുന്നത്. അതായത് പിന്നെ ഇഷ്ടി കൊണ്ട് പണിതിട്ടുള്ളതാണ് ഇതിൻ്റെ മുകളിലത്തെ ഡിസൈനൊക്കെ. ഈ സാധനം കണ്ടത് അവിടെ അമ്പലത്തിനകത്ത് മറ്റേത് വിഗ്രഹം കഴിയാൻ ശേഷം വരുന്ന വെള്ളത്തിൻ്റെ അതിൻ്റെ സൈസും അതിൻ്റെ ഡിസൈനും നോക്കി. ഈ സാധനം നോക്കി ശരിക്കും വലിയൊരു ടൗണ് അല്ലെങ്കിൽ വലിയൊരു സിറ്റി പോലെയായിരുന്നു ഹംപി പണ്ട് കാലത്ത്. പക്ഷെ അത് നശിക്കപ്പെട്ടത് കാരണം അതങ്ങനെ ആയിപ്പോയി. അല്ലാന്നുണ്ടെങ്കിൽ നോക്കി മുകളിലൊക്കെ ഉണ്ടോ കരിങ്കിലട്ടിട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ പില്ലറില്ല മറ്റേ ഇത് കൊടുക്കും ബീം കൊടുക്കണതിൻ്റെ ഇത് നോക്കി നിങ്ങൾ. ഇതൊരു മണ്ഡപം കേട്ടോ. അതിൻ്റെ മുകളിൽ ഭാഗം നോക്കി സൈഡിലൊക്കെ നോക്കി നിറച്ചും ശില്പങ്ങൾ കുത്തി വെച്ചിരിക്കുക. 1, 2 എണ്ണ തീരില്ലേ, അത്രയ്ക്കധികം ശില്പങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട്. എന്തോരം ശില്പങ്ങളാ. പിന്നീട് കെട്ടിയതല്ല കേട്ടോ. ഇത് വീടാണ്ടി കണ്ട അവിടെ നടുക്ക് കല്ല് പൊട്ടി. ആ കല്ല് പൊട്ടിയപ്പോൾ അതിന് സ്റ്റേ കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തൊക്കെ അങ്ങനെ കെട്ടിയിട്ടുള്ളതാ അത് മൂലയിൽ. ഇത് കല്ലുകൊണ്ടുള്ള ഡോറാട്ടോ. ഇതെങ്ങനെയാടാ അത്. എന്താ എൻ്റെ ലോക്ക് മുകളിലടിയിലുള്ളത് ഒരു സൈഡ്. ഇതിൻ്റെ കല്ലൂരെങ്ങനെ പൊന്തിക്കണ്ടാന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. സ്റ്റോൺ ഡോറ്. ദൈവമേ. മഹാനവമി ഡിബ്ബ നമ്മൾ കണ്ടില്ലേ. ആ കാണാത് ഹാള്. ഇതെന്നാ അറിയില്ല. പിന്നെ ഓരോന്നിനും ഓരോ ഇത് എന്ത് കൊള അങ്ങനെ എന്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അത് വേറെ എന്തിട്ടാണെന്ന് അറിയില്ലേ. ഇത് നോക്കി നീണ്ടു തുറന്ന് കിടക്കടാ. കണ്ണത്തെ ദൂരത്തേക്ക് കിടക്കണത് ഈ സാധനം പണിതിട്ട്.
ലിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്റ്റേജാണത്. രാജാവ് മറ്റേതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പരിപാടികളൊക്കെ കാണാൻ ഒരു ഇതില്ലേ, അങ്ങനെ വലുതാണെന്ന് അറിയില്ലേ. തോന്നുന്നുണ്ട് കുറേ താഴത്ത് പരിപാടികൾ നടക്കുമ്പോൾ മുകളിൽ ഇരുന്നിട്ട് രാജാവ് ഇരുന്ന് കാണുന്ന പോലത്തെ പരിപാടി തോന്നുന്നുണ്ട്. ഇത് കൊള അങ്ങനെ ഇരുന്നുണ്ടോ, ഇത് സിമെൻ്റ് ഇട്ടിട്ടൊന്നല്ല, കരിങ്കല്ലിൻ്റെ മുകളിൽ ഒരു കുളം കുത്തി വെച്ചിട്ടുള്ള. അത് കറക്റ്റ് നോക്കി 1 ഇഞ്ച് അങ്ങോട്ടും 1 ഇഞ്ച് അങ്ങോട്ടും ഇല്ല, അതിൽ കറക്റ്റ് സ്ക്വയറായിട്ട് എടുത്തിട്ടുള്ളവർ. രക്ഷയില്ല അവനെ. ഇത് മോളൂടെ പോണ ഈ വരിയില്ലേ ഇല്ലേ, ഇത് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കേട്ടോ. നീർച്ചാൽ അത് നമ്മുടെ അവിടെ സാധാരണ പണ്ട് കാലത്ത് പൈപ്പ് കണക്ഷനല്ല ചെയ്യണത്, അന്ന് പൈപ്പൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർ ഇതിങ്ങനെ ചെയ്ത്. ബ്ലാക്ക് സ്റ്റോൺ പുഷ്കറിന് അല്ല ഇത് തന്നെ വെള്ളം വരാൻ വേണ്ടിയിട്ട് അന്ന് കാലത്ത് സാധനം കൊത്തിയെടുത്തിട്ടുള്ളതാ. നിങ്ങൾ ആലോചിക്കുക അവരുടെ കഴിവും അവരുടെ ഐഡിയയും. ഇതിങ്ങനെ പോകുന്നുണ്ട് അറ്റം വരെ, അതെവിടേക്ക് പോകണമെന്ന് അറിയണില്ലേ. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് അങ്ങോട്ട് ഇതാവുന്നുണ്ട് അവിടെ വരെ ഉള്ളു. നൈസല്ലേ, ഫുള്ള് കറുത്ത കല്ലേ, മാർബിളല്ല, അങ്ങനത്തെ രീതിയിലുള്ള കല്ലുകൾ. ഇതിന് മുകളിൽ കുറേ എഴുത്തുകളൊക്കെ ഇട്ടിട്ടാണ്. ഞാനീ പേര് എഴുതി വെച്ചതാണോ അല്ല, എല്ലാ സ്റ്റെപ്പും വീണ്ടും ഓരോ എഴുത്ത് ഉണ്ട്. ഇതിലുണ്ട്, 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 ഇതിലുണ്ട്. ഈ കല്ലിൻ്റെ മുകളിൽ വരെ ഉണ്ട്. ഓരോ കല്ലിൻ്റെ മുകളിൽ എഴുത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ താഴത്തെ സ്റ്റെപ്പിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. രാജ്ഞിമാർക്ക് വിളിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം വന്നതുള്ള ഈ എന്തോ ഇപ്പം ക്വീൻസ് ബാത്ത് എന്ന് പറഞ്ഞില്ല, ക്വീൻസ് ബാത്ത് നല്ല വലിപ്പം കേട്ടത്. ഇതെന്തിനാ ഹോളിട്ട് വെച്ചിട്ടാണോ സൈഡിലൂടെയൊക്കെ എന്നിട്ടാണോ വെള്ളം നിൽക്കണ്ടായിരുന്നാണോ? ആരും അങ്ങോട്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ. ഇത്രയും പണിയാകുന്ന ആൾക്കാർക്ക് ഇത് കടക്കാനാണോ ബുദ്ധിമുട്ട്? ഈ ചാലെന്തിനാണെന്നറിയോ, ഇതിൽ വെള്ളം നിറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് പോവും. വെള്ളം പോലെ സെറ്റപ്പ് കാണാണ്ട് കണ്ടത്. അവിടെയാണ് സ്റ്റെപ്പ്. അവർ സ്റ്റെപ്പ് മാത്രമല്ല നല്ല താഴ്ചയുണ്ട് കേട്ടോ, കാണാവില്ല, രക്ഷയില്ല, നല്ല താഴ്ചയുണ്ട്. അതാണ് സ്റ്റെപ്പ്. പിന്നെ കണ്ട ഞാൻ പറഞ്ഞത്, ഈ ചാലിൽ നിന്ന് വെള്ളം നിറയും. ആ വെള്ളം പിന്നെ ഇതിനെ ഒഴുകിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. നേരെ വന്നിട്ട് ഇവിടെ വീഴും. സ്ലോപ്പ് അവിടെ. ഇത് എൻ്റെ അമ്മ രാജ്ഞിമാർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സെറ്റപ്പ്. ശരി മോനെ, മോൾസ് ഡിസൈൻ കണ്ട ഈ ഇഷ്ടി കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ കരിങ്കല്ലും ഇഷ്ടിയും വെച്ചാണ് വന്നിട്ടുള്ളത് ഈ സാധനമൊക്കെ. ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാ, കല്ലുകൊണ്ട് കൊത്തിയെടുത്തിട്ടുള്ളതൊന്നല്ല. പക്ഷെ നല്ല ആഴ്ചയുണ്ട് കേട്ടോ. ഇങ്ങനെ പോലെ ഒരു 2 ആളുടെ പൊക്കം, 2 ആളുടെ താഴെ ഉണ്ടോ. ഇതൊക്കെ വലിയൊരു ബസാറുകളായിരുന്നു കേട്ടോ, വലിയ ഹാള് കാര്യങ്ങൾ. ഇതൊക്കെ വലിയ ഹാളൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട്. ഇതൊക്കെ നോക്കിയാൽ പൂർണ്ണമായിട്ട് നശിച്ചു എന്ന് പറയുമ്പോൾ ആലോചിക്ക്. അവിടെ ഒരു ബിൽഡിംഗ് കാണാണ്ട്, ഇത് അത് ഇതായിരിക്കണ ഏരിയ, അത് മൊത്തം ഈ സാധനം വന്നിട്ടുള്ള രീതി ഞാൻ കാണിച്ചാലാടാ. ഇതാണ്ട വലിയൊരു കല്ല്, നടുക്കൊരു കുഴി, ഇതിൽ കൊണ്ടിട്ട് മറ്റൊരു ആളെ രീതിയിൽ ഇറക്കി വെച്ച് അങ്ങനെ ലോക്ക് ചെയ്യണ സിസ്റ്റം. അത് നല്ല താഴ്ചയുണ്ട് തോന്നിട്ടിട്ട്, മണ്ണ് കയറിട്ട് ഇതായിട്ടുള്ളതാ. ഇതേപോലെ എത്ര ഇതൊക്കെ നശിച്ചു പോയി. ലക്ഷ്യയില് ഹംപിനെ വല്ലാൻ വേറെ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം അത് തന്നെയാട്ടോ. ഹംപി ഇപ്പോഴും പണ്ടത്തെ ആ രീതിയിൽ നിന്നുണ്ടെങ്കിൽ എന്താ കിങ്സ് ഓഡിയൻസ് ഹാള്, അത് ഹാളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അത് ഹാളാ ഒക്കെ. അപ്പോൾ അതിപ്പോഴും നിലനിന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക ഹംപിയുടെ റേഞ്ച് എന്തോരം ഉണ്ടാവും എന്നുള്ളത്. അത്രയും വലിയ ഇതാണ് യുദ്ധത്തിൽ നശിച്ചത്. മിസ്സായി. ഒരു
10-15 മിനിറ്റ് മുമ്പ് വരാന്നുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് കിട്ടിയാനെ. ഇത് പൂർണ്ണമായിട്ട് താഴ്ത്തിക്ക് പോയി, അതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല.